മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തിനു വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിയെ കൊന്നേ? ആ ദൗത്യം അവരോരോന്നായി നിർവഹിക്കാൻ തുടങ്ങുന്നു. അതായത് മഹാലക്ഷ്മിയുടെ ആത്മാവ് അവരെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ സമയത്തും അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങണം. കണ്ണൻ എന്തായാലും മഹാലക്ഷ്മിയെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ദുഃഖിച്ചിരിക്കുമല്ലേ. അങ്ങനെ ഇരുന്നോട്ടെ, ആ സമയത്ത് MD കസേരയിൽ നീ തന്നെ നാളെ മുതൽ കയറിയിരിക്കണം. മാത്രമല്ല എല്ലാ കാര്യങ്ങളും നീ തന്നെ ഇനി ചെയ്തു തുടങ്ങണമെന്നൊക്കെ ദുർഗാമ്മ ഉണ്ണിയോട് പറയുമ്പോഴത്തേക്കും കരുണയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. എന്തിനു വേണ്ടിയിട്ടാണ് താൻ ഇത്രയും നാൾ കാത്തിരുന്നത്? ആ നിമിഷം എത്തിയിരിക്കുന്നു. അതായത് കമലേശ്വരം വീട്ടിലെ സകല സ്വത്തുക്കളുടെ അവകാശി എൻ്റെ ഭർത്താവായി മാറി. ഇനി ഞാനാണ് ഇവിടുത്തെ അധികാരി എന്നൊക്കെയുള്ള അഹംഭാവം കരുണയുടെ മുഖത്ത് കാണുന്നു. അതേസമയം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനായിട്ട് പ്രതാപനും മുത്തശ്ശിയും മാത്രമല്ല മേഘനും വീട്ടുകാരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം ആത്മാക്കളെ ഒന്നും വിശ്വാസമുള്ള ആളല്ല ദുർഗാമ്മ. അവളുടെ ഭർത്താവ് മരിച്ചിട്ട് പോലും ഇന്ന് വരെ ദുസ്വപ്നത്തിൽ പോലും അവനെ കണ്ടതായിട്ട് പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള ദുർഗ ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും വാസ്തവം കാണുമെന്ന് വാമദേവൻ ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളച്ചേ പറ്റുള്ളെന്നുള്ള രൂപത്തിൽ ആ തിരക്കിൽ നടക്കുമ്പോൾ സ്വത്തുക്കളെല്ലാം കൈയടക്കാനായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയും കരുണയും കൂടി അതിന് ദുർഗാമ്മ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കമ്പനിയിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഉണ്ണിയെ പിൻവലിച്ച് ഒരു സാധാ കൂലിക്കാരനാക്കി മാറ്റിയിരുന്നു കണ്ണൻ. മഹാലക്ഷ്മിയാണ് അതിന് പിന്നിൽ നിന്നാണ് കരുണ കരുതിയിരുന്നത്. എന്നാൽ കൂലിക്കാരനായി തഴയപ്പെട്ട താൻ ഇനി കമ്പനിയുടെ MD ആയിട്ട് മാറും. മഹാലക്ഷ്മി എന്ന് പറയുന്ന ബാധ ഒഴിഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഇനി കുറേ നാളത്തേക്ക് നിരാശാകാമുകനായിട്ടിരുന്നോളും എന്നൊക്കെയുള്ളൊരു തോന്നലാണ് ഉണ്ണിക്കും വീട്ടുകാർക്കും. അതേസമയം കമ്പനിയിലേക്ക് വന്ന് MD സ്ഥാനം കൈയടക്കുന്ന ഉണ്ണിയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർ അനന്തുവിനെയും കണ്ണനെയും വിളിച്ചറിയിക്കുന്നു. വിവരം അറിഞ്ഞ കണ്ണൻ ആകെ കലി പിടിക്കുന്നു. കാരണം തൻ്റെ ഭാര്യയെ കൊല്ലാൻ ഉദ്ദേശിച്ചത് തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിക്കും മാർക്കോയ്ക്കും അനന്തുവിനൊക്കെ മുന്നേ അറിയാം. അത് തന്നെ അവർ ആവർത്തിക്കാൻ തുടങ്ങുന്നു. മഹാലക്ഷ്മി മരിച്ചു, അതുകൊണ്ട് താൻ വിഷമത്തിലായ അവസരം മുതലെടുക്കാൻ നോക്കുന്നു. ഒരു പാവം പെൺകുട്ടിയെ കൊന്നതിൻ്റെ യാതൊരു കുറ്റബോധവും അവർക്കാർക്കുമില്ല. എന്തായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. തൽക്കാലം ഒരു ദിവസം അവൻ ആ MD കസേരയിൽ ഇരുന്ന് കൊതി തീർത്തോട്ടെ. അതിനുശേഷം ഇനി MD കസേരയിൽ ഇരിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, എൻ്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മിയാണ്. സകല സ്വത്തുക്കളും ഞാൻ ഇനി അവളുടെ പേരിലേക്ക് എഴുതി മാറ്റും എന്നൊക്കെ അനന്തുവിനോട് പറയുന്ന സമയത്ത് അനന്തു പറയുന്നു, തീർച്ചയായിട്ടും വേണം. എന്തായാലും സ്വത്തിന് വേണ്ടിയിട്ടല്ലേ അവരിങ്ങനെയൊക്കെ നിന്നെ ദ്രോഹിക്കുന്നത്. അപ്പം അത് കിട്ടില്ലെന്നുള്ള കാര്യം ബോധ്യമാകുന്നതോടെ അവർ പാഠം പഠിക്കും. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, പാഠം പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കും. എന്തായാലും മാർക്കോയെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണമെന്ന് അനന്തു പറയുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വേണം. മാർക്കോയോടും കൂടെ ചില കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷമേ എനിക്കൊരു തീരുമാനം എടുക്കാൻ ഇനി ആകൂ എന്നൊക്കെ പറയുന്നു. അതേസമയം മഹാലക്ഷ്മി ഈ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അവളുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. എന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചത് പോലും സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണ്. കണ്ണേട്ടനെ ഒഴിച്ച് സകല സ്വത്തുക്കളും വിട്ടുകൊടുക്കുന്നതിൽ എനിക്കൊരു പരാതിയുള്ളവളല്ല. എന്നാൽ അവരെന്നോട് ചെയ്ത ക്രൂരത, എൻ്റെ കണ്ണേട്ടനോട് ചെയ്ത ക്രൂരതകൾ ഒരിക്കലും എനിക്ക് മറക്കാനാകില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും. അതേസമയം കമ്പനിയിലെ MD സ്ഥാനത്തേക്ക് ഉണ്ണി കയറിയ കാര്യങ്ങളെല്ലാം നമ്മുടെ വാമദേവനും മേഘനും അറിയുന്നുണ്ട്. വാമൻ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ മകനും ചില അവകാശങ്ങളും അധികാരങ്ങളും നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാനായിട്ട് പല പ്ലാനും പദ്ധതിയും തയ്യാറാക്കി വാമനും മേഘനും നടന്നത്. ഇനി ദുർഗയുടെയും പ്രതാപൻ്റെയും പിച്ച പോലെ എന്തെങ്കിലും വേടിക്കാനല്ല തങ്ങൾക്ക് ആഗ്രഹം. കിട്ടാനുള്ളത് ചോദിച്ച് തന്നെ വേടിക്കണം. അല്ലെങ്കിൽ ആ പ്രതാപൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല. അവൻ എല്ലാ സ്വത്തുക്കളും അവൻ്റെ മരുമോൻ്റെ പേരിൽ തന്നെ ആക്കും. പരാതി ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ദാനം തന്നൂന്നായി. അങ്ങനെയല്ല നമുക്ക് കിട്ടേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സ്വത്തുക്കളെല്ലാം തുല്യമായി തന്നെ വീതിക്കണം. അത് പിന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർത്തത്. ഞാൻ മഞ്ജുവിനെ കല്യാണം കഴിക്കുന്നതിൽ ആ മഹാലക്ഷ്മിക്കും കണ്ണനും ഭയങ്കര വിരോധമായിരുന്നു. എന്നിട്ട് പോലും അവളുടെ മനസ്സിൽ ഒരിടം നേടി. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്? സ്നേഹം കൊണ്ടൊന്നുമല്ല, സ്വത്ത് മോഹിച്ച് തന്നെയാ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മഞ്ജു ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, എല്ലാ മോഹങ്ങൾക്കും കണ്ണേട്ടനും മാർക്കോയും കൂടി ചേർന്ന് മറുപടി തന്നോളും. എന്തായാലും തൻ്റെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടാൻ പോകുന്നുണ്ട്. മഹാലക്ഷ്മി ഏട്ടത്തി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിയുമ്പോൾ മിക്കവാറും അച്ഛനും മോനും അറ്റാക്ക് വന്ന് വീഴും, അല്ലെങ്കിൽ വീഴ്ത്തും ഞാൻ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു.
അതുവരെ ഈ നാടകം ഇതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാ ഞാനും വിചാരിക്കുന്നേ. അതേസമയം കരുണ പ്രതാപനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. അതായത് കമ്പനിയുടെ MD സ്ഥാനത്തേക്ക് ഇനി ഉണ്ണിയാണ് ഇരിക്കാൻ പോകുന്നത്. മഹാലക്ഷ്മി മരിച്ചതുകൊണ്ട് തന്നെ ഉടനെയൊന്നും കണ്ണന് ആ പഴയ അവസ്ഥയിലേക്ക് എത്താൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ അവയാളുടെ സ്വത്തുക്കൾ മുഴുവനും ഇനി ഞങ്ങൾ കൈയടക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് വളരെ നല്ല തീരുമാനമാണെന്നൊക്കെ പ്രതാപനും പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ആ കമ്പനിയുടെ MD സ്ഥാനത്ത് ഉണ്ണിമോൻ ഇരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ വന്നിരുന്നപ്പം അവനോടൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ആ മേഘനും വാമനും കൂടി അതിൽ കൈയിട്ട് വാരും. ഒന്നാമതാണെങ്കിൽ മേഘന് ജോലിയും കൂലിയും ഇല്ലാണ്ട് നടക്കുക. അവനായിട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പിട്ട് നമ്മളായിട്ട് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അങ്ങ് ചെയ്തേക്കണം. മാത്രമല്ല മോളെ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ ആ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലാണ് ഇപ്പം നിൽക്കുന്നത്. കണ്ണനെ കയറി കാണുകയും ചെയ്തു. അവന് നമ്മളോടൊന്നും അത്രയ്ക്ക് താല്പര്യമില്ല. എങ്കിലും അവനൊരു കാര്യം പറഞ്ഞു. ഇന്നലെ രാത്രി അവൻ്റെ മഹാലക്ഷ്മി അവൻ അടുത്ത് വന്ന് കടന്നു പോലും. ആ പൊട്ടൻ അറിയുന്നോ അവൻ്റെ മഹാലക്ഷ്മി ആത്മാവായിട്ടാണ് അടുത്ത് കിടക്കുന്നതെന്ന്. അവൻ പറയുക അവന് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിപ്പോയെന്ന്. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുക, നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ പാവം മഹാലക്ഷ്മിയെ കൊന്നു തള്ളിയോ? അവളുടെ ആത്മാവാണോ എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്നൊക്കെ ചോദിച്ചു. അച്ഛൻ എന്തു പറഞ്ഞു? ഞാനൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും അവൻ അത്രയ്ക്ക് വിശ്വാസമൊന്നും പോരാ. അവനൊരു കൂട്ടുകാരനുണ്ടല്ലോ, അനന്തു. അവൻ എപ്പോഴും ചക്കര അടയും പോലെ അവനോടൊപ്പം തന്നെ ഉണ്ട്. അവനും ചൊറിയുന്ന കുറച്ച് വർത്തമാനം പറഞ്ഞ്. പക്ഷേ നമ്മുടെ അല്ലേ ഇപ്പോൾ ആവശ്യം. കേസും നൂലാമാലയൊക്കെ ഒന്ന് ഒഴിഞ്ഞു വരുന്നത് വരെ കഴുതക്കാലും പിടിച്ചല്ലേ പറ്റൂ. എന്ത് ആക്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല അച്ഛാ. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയില്ലേ, അത് മതി എന്ന് കരുണയും പറയുന്നു. ആ മോളെ വെക്ക്, ഞാൻ എന്തായാലും വൈദ്യരെ കണ്ടിട്ട് വിവരം വിളിച്ചറിയിക്കാം എന്നൊക്കെ പറയുന്നു. അതേസമയം നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, തൻ്റെ രണ്ടാനച്ഛനും മുത്തശ്ശിയും കൂടി ഇവിടെ അഡ്മിറ്റ് ആവാനുള്ള പുറപ്പാടുങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനി പോക്കുവരവ് കാണും. അഡ്മിഷൻ കൊടുത്തില്ലേലും ഇടയ്ക്കിടയ്ക്ക് മരുന്നിനെന്നൊക്കെ പറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് താൻ ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതാ കണ്ണേട്ടാ ഞാനും വിചാരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. എത്രയും പെട്ടെന്ന് ലേഖയുടെ വീട്ടിലേക്ക് തന്നെ മാറുന്നേ നല്ലേന്നാ എനിക്ക് തോന്നുന്നേ. അതേസമയം അനന്തു പറയുന്നുണ്ട്, അതിനെന്താ, ഇപ്പം തന്നെ ലേഖ വരും. ലേഖ വരുമ്പോൾ മഹാലക്ഷ്മി ലേഖയായിട്ട് അങ്ങ് പോയാൽ മതി. അതാടോ ഞാനും പറയുന്നത്. മാർക്കോയൊക്കെ പറയുന്നത് പോലെ തൽക്കാലം താൻ മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അവരറിയണ്ട. കുറച്ച് ആഘോഷിച്ചോട്ടെ, അതിനുശേഷം നമുക്കവരെ ഞെട്ടിക്കാം. അങ്ങനെ ലേഖ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ലേഖയായിട്ട് പോവാൻ വരുന്ന മഹാലക്ഷ്മി പുറത്തിറങ്ങാനായിട്ട് വരുന്ന സമയത്ത് ഡോറ് തുറന്നതും പ്രതാപനും മുത്തശ്ശി അവിടെ നിൽക്കുന്നത് കണ്ടു. പക്ഷേ മഹാലക്ഷ്മിയെ അവർ കണ്ടിട്ടില്ല. അവർ വൈദ്യരെ കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നുണ്ട് മഹാലക്ഷ്മി. എന്തായാലും നിയമപരമായിട്ട് തന്നെ ഉണ്ണിയെ കമ്പനിയുടെ MD സ്ഥാനത്തുനിന്ന് അനന്തവും കണ്ണനും കൂടി ചേർന്ന് അടിച്ചിറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി സ്വത്തിന് വേണ്ടിയിട്ട് പ്രതാപനും വാമനും കൂടി അടിവെക്കുന്ന ആ എപ്പിസോഡുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.